മാസ്റ്റർ ഫ്രാഞ്ചൈസികളെ ക്ഷണിക്കുന്നു. ഫോർ രജിസ്ട്രേഷൻ ലോഗ് ഓൺ ടു emasteronline.com. അവളിവിടെ കിടന്ന് വാവിട്ട് കരയുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം ഇന്ന് തന്നെ. രോഗിയെ നോക്കുന്നതിന്റെ കൂലി, മരുന്നിന്റെ കാശ്, മരുന്ന് കാട്ടിപ്പോയി ശേഖരിച്ചു കൊണ്ടുവന്ന് അതൊക്കെ അരച്ച് തേച്ച് പിടിപ്പിക്കുന്നതിന്റെ കൂലി. തന്ത്രിമാർക്ക് ദക്ഷിണ കൊടുക്കാൻ വേണ്ടി ഈ കാശ് ഉണ്ടാക്കാൻ പെട്ട പാട് എനിക്കേ അറിയൂ. നീ എത്ര ശ്രമിച്ചാലും ഈ ദേവപ്രിയെ തോൽപ്പിക്കാൻ കഴിയില്ലടി. ഇനി നിനക്കുള്ളത് തന്ത്രിമാര് തന്നോളൂ കേട്ടാ. ഈ തന്ത്രിമാർക്കുള്ള ദക്ഷിണ ഇവള് കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുത്തോളാം. ഇതാ ആ ആറ്റം ബോംബ് ഇപ്പോഴും ഇതിലുണ്ട്. അത് ഞാൻ ഈ തന്ത്രിമാരെ അച്ഛനെയും ബാലാമണിനെയൊക്കെ കാണിക്കട്ടെ. ഈ രണ്ട് പെൺകുട്ടികൾ തമ്മിലുള്ള തർക്കത്തിന് നിങ്ങൾ തന്നെ പരിഹാരം നിർദ്ദേശിക്കണം. അങ്ങനെയെങ്കിൽ ഈ രണ്ട് പെൺകുട്ടികളും കാക്കാമലയിലെ ദേവികാവിൽ പോണ്ടി വരും. കാക്കാമല ദേവികാവിലേക്കോ? ദേവിയുടെ ഹിതം പറയുന്ന വെളിച്ചപ്പാടുണ്ട് അവിടെ. വെളിച്ചപ്പാട് ഓരോ തിരി കത്തിച്ച് രണ്ടുപേരുടെയും കയ്യിൽ തരും. ആ തിരി അണയാതെ ഇവിടെ എത്തിക്കണം. അങ്ങനെയല്ലേ മന്ത്രമഠം? അങ്ങനെ തന്നെയാ. രണ്ടിൽ ഒരാളുടെ തിരി അണയും. തിരി അണയുന്നവൾ കുറ്റക്കാരി. തിരി അണയാതെ ഗോവർദ്ധനപുര തപ്പന്റെ നടയിലെത്തുന്നവൾക്ക് തർക്കത്തിൽ ജയം. എന്റെ മോളെ കാക്കാമലയിലേക്ക് പറഞ്ഞയക്കാനോ? ഹേയ്, നടക്കുന്നത് വല്ലതും ഉണ്ടെങ്കിൽ പറയ എന്റെ മന്ത്രമഠം. ഞാൻ തയ്യാറാ. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാൻ എവിടെ പോവാനും ഞാൻ തയ്യാറാ. എന്ത് പരീക്ഷണത്തിനും ഞാൻ തയ്യാറാ. അതെ, ആ കാക്കാമലയെ കുറിച്ച് നിനക്ക് ഒന്നും അറിഞ്ഞുകൂടത്തോട്ടാ. തർക്കം തെളിയിക്കാനായി അവിടെ പോയവരിൽ പലരും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. സംശയം ഉണ്ടെങ്കിൽ ഈ തന്ത്രിമാരോട് ചോദിച്ചു നോക്ക്. എന്നാലും ഞാൻ തയ്യാറാ. എല്ലാവരുടെ മുന്നിൽ കുറ്റക്കാരിയായിട്ട് നടക്കാൻ ഇനി എനിക്ക് വയ്യ. കാക്കാമലയിലെ പരീക്ഷണത്തിന് ബാലാമണി ഒരുക്കമാണ്. ഇവളെ അയക്കാൻ വർമ്മയ്ക്ക് സമ്മതമല്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചുമോൾ കുറ്റക്കാരിയാണെന്ന് ഞാൻ ത്രികാലം വിധിക്കും. എന്റെ കൊച്ചുമോളെ അങ്ങോട്ട് അയക്കാൻ ഞാൻ തയ്യാറല്ല. പൂർവികർ ഓരോന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ട് വെറുതെ കമലല്ലേ. കുറ്റം ചെയ്തയാൾ അത് ഏറ്റു പറഞ്ഞാ മതി. പിന്നെ പരീക്ഷണമൊന്നുമില്ല. അതിനെ എന്റെ ദേവമോള് ഒരു കുറ്റം ചെയ്തിട്ടില്ല. ഞാനും ചെയ്തിട്ടില്ല. അപ്പൊ ആ ബിംബത്തിൽ ആ മാല എങ്ങനെ വന്നു? അത് തെളിയിക്കപ്പെടണം. രണ്ടിലൊരാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതാര്? അത് തെളിയിക്കപ്പെടണം. പരീക്ഷണം വേണമോ വേണ്ടയോ? അവസാന വാക്ക് തന്ത്രിമാരുടേതാണ്. പരിഹാരക്രിയകൾ കഴിഞ്ഞു. ദക്ഷിണ ഞങ്ങൾ ആരുടെ കയ്യിൽ നിന്നും സ്വീകരിക്കണം, അത് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പരീക്ഷണം നടന്നേ പറ്റൂ. അത് തെറ്റ് ചെയ്തവൾ ശിക്ഷ അനുഭവിക്കണം. തന്ത്രിമാര് പറഞ്ഞത് ധിക്കരിക്കാൻ പാടില്ല വർമ്മ സാറേ. കാക്കാമലയിലേക്ക് പോകാൻ രണ്ടു കുട്ടികൾക്കും വേണ്ടത് ചെയ്തു കൊടുക്കുക വർമ്മ സാറേ. ഒരു രാത്രി അവിടെ കഴിയണം. കുളിച്ചു മാറ്റാനുള്ള വസ്ത്രം മാത്രം കയ്യിൽ കരുതിയാൽ മതി. വഴിയിൽ ജലപാനം പോലും പാടില്ല. അവിടുത്തെ വെളിച്ചപ്പാട് പ്രസാദം തരും. അത് മാത്രം കഴിക്കുക. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ വർമ്മ സാറേ. മോളെങ്ങ് വന്ന് ആ കൊച്ചുമോള് ചെല്ലേ. കാക്കാമലയിലെ ദേവീക്ഷേത്രത്തിലേക്കോ? ഇവിടെ തന്നെയാണല്ലോ തെറ്റ് ചെയ്തത്. ആ സ്ഥിതിക്ക് തെറ്റ് മറച്ചു പിടിച്ച് ഇവൾ ഈ കഠിന പരീക്ഷണത്തിന് തയ്യാറായ? മോളെ, ഇവൾക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. ഇനിയിപ്പോ ആരും അറിയാതെ നോക്കുക വേണ്ടത്. ഇപ്പൊ തന്നെ ആ തിരുമേനിക്ക് ഇവളെ നല്ല സംശയമുണ്ട്. ഇനിയിപ്പോ ഇവള് കാക്കാമലയ്ക്ക് പോയില്ലെങ്കിൽ ആളുകളൊക്കെ കരുതും ഇവളാണ് കുറ്റക്കാരിയെന്ന്. അച്ഛൻ എങ്ങനെ ഇത്ര ലാഘവത്തോടെ ഇതിനെ കാണാൻ കഴിയുന്നേ? അവിടെ പോയ പലരും ഇപ്പോഴും മടങ്ങി വന്നിട്ടില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതല്ലേ. ഞാൻ സമ്മതിക്കില്ല.
ബിംബത്തിൽ മാലയിട്ടത് ഇവളാണെന്ന് സമ്മതിച്ച് ഈ പ്രശ്നം ഒന്ന് തീർക്കാൻ നോക്ക്. അല്ലാതെ ഒച്ച വയ്ക്കരുത്. ആരെങ്കിലും കേൾക്കും. കേക്കട്ടെ, സത്യം എല്ലാവരും അറിയട്ടെ. ഒറ്റ മോളാ, അറിഞ്ഞുകൊണ്ട് ഇവളെ ഞാൻ കൊലക്ക് കൊടുക്കില്ല. ഹോ, മോളെ, എന്റെ ദേവുട്ടിക്ക് ഒരു ആപത്ത് വരുത്താൻ ഞാൻ തയ്യാറാവോ? എല്ലാവിധ മുൻകരുതലോടും കൂടിയിട്ടേ ഞാൻ ഇവിടെ കാക്കാമലേക്ക് പറഞ്ഞേക്കൂ. എന്ത് മുൻകരുതല്? ഇവിടെ ബാലമണി അല്ലാതെ വേറെ ആരും കൂടെ പോവാൻ പോലും പാടില്ല. അറിയാത്ത വഴി, കാട്ടുപ്രദേശം, അപകടങ്ങളെ പല രീതിയിലും വരാം. എന്ത് മുൻകരുതൽ അച്ഛൻ എടുക്കുക? പറയേ. മോളെ, ഈ അച്ഛൻ പറയുന്നൊന്ന് വിശ്വസിക്കുക ആദ്യം. എന്റെ ദേവുട്ടിയുടെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴില്ല. അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാനിത് സമ്മതിക്കില്ല. ശ്രീകോവിലിൽ കയറിയത് ഇവളാണെന്ന് തന്ത്രിമാരോട് തുറന്നു പറയാൻ പോവാ ഞാൻ. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് എന്നെ എന്റെ മോളി മാനം കെടുത്താൻ നോക്കിയാൽ മോളാണെന്ന് നോക്കില്ല ഞാൻ. വെച്ചേക്കില്ല പിന്നെ മാസത്തെ. മോള് വന്ന്. മുത്തച്ഛന്റെ മോള് ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടാ. മുത്തച്ഛൻ മോളുടെ കൂടെ ഉണ്ടെന്ന് തന്നെ കരുതിയിട്ട് വേണം മുന്നോട്ട് പോകാൻ കേട്ടാ. മോളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴില്ലെന്ന് മുത്തച്ഛൻ വെറുതെ പറഞ്ഞല്ല. അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്യും. കാക്കാമല ദേവിയുടെ പരീക്ഷണത്തിൽ ആ ബാലാമണിയല്ല, എന്റെ കൊച്ചുമോളാ ജയിക്കാൻ പോകുന്നത്. കാക്കാമല ദേവിയുടെ തീരുമാനമല്ല, ഈ പ്രതാപവർമ്മയുടെ തീരുമാന നടപ്പിലാവാൻ പോകുന്നത്. മോളുവാ. കൃഷ്ണ, ആരുമില്ലാത്തവർക്ക് ദൈവം തുടയാവുന്ന എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ വിശ്വാസത്തില ഞാൻ സത്യപരീക്ഷണത്തിന് തയ്യാറായത്. എന്റെ കൂടെ ഉണ്ടാവണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, സത്യത്തിന്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. മോളെ, മുത്തശ്ശി കാര്യങ്ങളൊക്കെ അറിഞ്ഞു. നാളെ ഏതു നേരത്തെ മടങ്ങിയെത്താന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ഈ ഗോവർദ്ധനപുരത്ത് വന്നതിന് ശേഷം ഈ ആരോട് സ്ഥാനത്തെ വിളക്ക് മുടക്കിയിട്ടില്ല. ഇന്ന് സന്ധ്യയ്ക്കും നാളെ കാലത്തും മുത്തശ്ശി വിളക്ക് വെക്കൂ. പ്രതിഭേട്ടന്റെ കൂടെ ആരെങ്കിലും വേണ്ടേ? സഹായിക്കാൻ ആളില്ലെങ്കിൽ വൈദ്യര് മരുന്ന് കൊടുക്കില്ലേ? എല്ലാ കാര്യങ്ങളും വ്യവസ്ഥയാക്കിട്ട് ഒരു വഴിക്ക് പോകാൻ കഴിയില്ല പെണ്ണെ. ബാലാമണി നോക്കാറുള്ളത് കരുതിയിട്ടൊന്നുമല്ല ദൈവനെ ഭൂമിയിലേക്ക് അയച്ചത്. ദീപം മുടങ്ങിയാൽ ആരുടെ സ്ഥാനത്തെ ഭഗവാന്റെ കണ്ണിൽ ഇരുട്ടി കയറത്തൊന്നുമില്ല. നീ നിന്റെ ലക്ഷ്യം മാത്രം മനസ്സിൽ കാണുക. മുത്തശ്ശി, കാക്കാമല പോകുന്നത് കൊണ്ട് ഞാൻ ഇന്ന് ജോലിക്ക് വരില്ലെന്ന് മുത്തശ്ശി പ്രിയച്ചയോട് പറയണം. ബാലാമണി ഇല്ലെങ്കിലും അതൊക്കെ നടന്നു പോയിക്കോളും. മോള് തൽക്കാലം അതൊന്നും ഓർക്കണ്ട. ത്രികാലം പറഞ്ഞത് കേട്ടില്ലേ മോള്? മുത്തശ്ശി, ഒരു വഴിക്ക് പോകുമ്പോ മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങണ്ടേ? ദേവരെ അനുഗ്രഹിക്കാൻ അവളുടെ അമ്മയും മുത്തശ്ശനും ഒക്കെ ഉണ്ട്. എന്നെ മുത്തശ്ശി അനുഗ്രഹിക്കൂ. അനുഗ്രഹം മാത്രമല്ല മോളെ, മുത്തശ്ശിയുടെ പ്രാർത്ഥനയുണ്ടാവും. മോള് മടങ്ങിയെത്തുന്നത് വരെ ഗോവർദ്ധനപുരത്ത് അപ്പന്റെ തിരുനടയിലിരുന്ന മുത്തശ്ശി പ്രാർത്ഥിക്കും. മതി, പൊക്കോട്ടെ അക്കരുണ്ണി. ത്രികാലമ്മ, എന്തിനാ മോളെ ഇങ്ങനെ യാത്ര പറയുന്നത്? നാളെ മോളിങ്ങി മടങ്ങിയെത്തില്ലേ? വർമ്മസാറ് പറഞ്ഞത് മുത്തശ്ശി അറിഞ്ഞതല്ലേ? കാക്കാമലി സത്യപരീക്ഷണത്തിൽ പോയ പലരും മടങ്ങിയെത്തിട്ടില്ല അത്രേ. ഇനി നിങ്ങളെ ആരും എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും
പറ്റുന്ന ഒന്നും പറയല്ലേ മോളെ. മോള് പോയിട്ട് വാ. മോൾക്ക് അവിടെ ചെന്നാല് കുളിച്ചു മാറാനുള്ള ഉടുപ്പൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ സോപ്പ് എണ്ണ ഒക്കെ ഈ ബാഗിൽ വെച്ചിട്ടുണ്ട് കേട്ടാ. അത് ശ്രദ്ധിച്ചിട്ട് പോണോട്ടോ മോള്. എന്നാ പിന്നെ കുട്ടികൾ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ അല്ലേ മന്ത്രമഠം? ആയിക്കോട്ടെ. സത്യപരീക്ഷണത്തിന് പുറപ്പെടുന്നവർ പാലിക്കേണ്ട നിബന്ധനകൾ ഒന്നുകൂടി പറഞ്ഞോളൂ മന്ത്രമഠം. അങ്ങോട്ടുള്ള യാത്രയിലും തിരിച്ചുള്ള വഴിയിലും മനഃശുദ്ധിയും ദേഹശുദ്ധിയും നിർബന്ധം. ആഹാരം നിഷിദ്ധം. ജലപാനം പോലും പാടില്ല. എന്ന് വച്ചാ പുറപ്പെട്ട സ്ഥലത്തേക്ക് തിരിച്ചെത്തുന്നതുവരെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പാടില്ല. നടന്ന് ക്ഷീണിച്ചാലും. വൈകിക്കണ്ട, പുറപ്പെട്ടോളൂ. ഞങ്ങളോട് എന്തോ സംശയം ചോദിക്കാണ്ടെന്ന് പറഞ്ഞല്ലോ. നേരമായിട്ടില്ല. സത്യപരീക്ഷണത്തിന്റെ വിധി തീർപ്പാക്കാൻ മന്ത്രമഠം വരുമല്ലോ, അപ്പോഴാവാം. സമ്മതമാണോ സമ്മതമാണോ അക്കരെയുണ്ട് ഉദ്ദേശിച്ചത്? അത് ഭഗവാനെ നിശ്ചയമുള്ളൂ. തിരുമേനി, ഒരു പാവത്തിനെ കാട്ടിലേക്ക് നാട് കടത്തിയതുപോലെ ഒരു തോന്നൽ. ഇതിന്റെ ഒന്നും പൊരുൾ എനിക്ക് മനസ്സിലാകുന്നില്ല ദേവകിയമ്മേ. ഭഗവാൻ എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടാവും. നീ എവിടെയാ വാസുദേവ? മോനെ, നീ എവിടെയാ മോനെ? നീ എവിടേക്കാ ഞങ്ങളെ ഇട്ടിട്ട് പോയത്? വാസുദേവ, വാസുദേവ. ആരായാലും നിനക്കെന്താ? നീ നിന്റെ കാര്യം നോക്ക്. കൊറേ ദൂരം പോവാനുള്ളതാ. വാ, നടക്ക്. വാ. പാവത്തിന് വയ്യാന്ന് തോന്നുന്നു. ഒരു മനുഷ്യനല്ലേ കുട്ടി, അല്പമെങ്കിലും മനസാക്ഷി വേണ്ടേ? മോനെ, വാസുദേവ, നീ എവിടെയാ? നീ മോനെ, വാസുദേവ, നീ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ കണ്ണീര് കുടിപ്പിക്കുന്നത്? മോനെ, വാസുദേവ. അപ്പൂപ്പാ, എന്റെ വാസുദേവനാണോ മോനെ? അല്ല, ഇതെന്റെ വാസുദേവനല്ല, എന്റെ മോനല്ല. എന്റെ പേര് ബാലാമണി അപ്പൂപ്പ.
ഗോവർദ്ധനപുര ക്ഷേത്രത്തിൽ കുളിച്ചു തൊഴാൻ വന്നതാ. അപ്പൂപ്പ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? തളർച്ച കാരണം കിടന്നു പോയതാ മോളെ. അപ്പൂപ്പൻ ഇവിടെ എവിടെയാ പോണ്ടത്? എന്റെ വീട്ടിലേക്ക് തന്നെ. പക്ഷേ ഭവാനോട് എന്തു പറയുന്ന ഓർക്കുമ്പോ എന്താ അപ്പൂപ്പ? ആണും പെണ്ണുമായിട്ട് ഒന്ന് തന്നുള്ളൂ ഭഗവാൻ. കൊല്ലങ്ങളോളം നെഞ്ചു പൊട്ടി വിളിച്ചപ്പം ഭഗവാന് ദയ തോന്നിട്ടുണ്ടാവും. ഭഗവാന്റെ പേര് തന്നെയാ ഞാൻ എന്റെ ഉണ്ണിക്ക് വിട്ടത്, വാസുദേവൻ. എന്റെ ഭഗവാനെ കാത്തിരിക്കുക ഭവാനി. മോൻ എവിടെയെന്ന് ചോദിക്കുമ്പോ ഞാൻ എന്താ പറയാ? മോൻ എവിടെ പോയതാ? അത് അവനും ഭഗവാൻ വാസുദേവനും മാത്രമേ അറിയൂ. 5 വയസ്സുപോലും തികഞ്ഞിരുന്നില്ല. നാരായണനെ തേടി നടക്കാനുള്ള പ്രായം അവനായിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും പോയി. ലോകം മുഴുവൻ തേടി നടന്നിട്ടും സർവവ്യാപിയായ ഭഗവാനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്റെ ഉണ്ണിക്ക്. മടങ്ങി വന്നില്ല. കൊല്ലം 10-40 കഴിഞ്ഞു. ഭവാനിക്ക് തീരെ വയ്യ. ഒരാഴ്ച തയ്ക്കില്ലെന്ന് വൈദ്യരും പറഞ്ഞു. കണ്ണടയ്ക്കുന്നതിന് മുമ്പ് മോനെ ഒരു നോക്ക് കാണണമെന്നുണ്ട് അവക്ക്. ഞാൻ അന്വേഷിച്ചിറങ്ങിയതാ. പക്ഷേ കാത്തിരിക്കണ്ട ഭവാനിന്ന് തുറന്നു പറയാം അല്ലേ മോളെ? അപ്പൂപ്പ സൂക്ഷിച്ച്. അപ്പൂപ്പന് തീരെ വയ്യല്ലോ. എവിടെയാ വീട്? എങ്ങോട്ടാ പോണ്ടത്? ഇവിടുന്ന് അധിക ദൂരമില്ല. ഈ വഴിയാ പോണ്ടത്. അപ്പൂപ്പന് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ലെന്നാ തോന്നുന്നേ. ഞാനും കൂടെ വരാം. ബാലമണി, നടക്ക്. നീ വാ. ഇങ്ങ് വാ. വരാൻ. അപ്പൂപ്പ ഇവിടെ നിക്ക്. ഇങ്ങോട്ട് വന്നേ. എന്താ ദേവപ്രിയ നിനക്ക്? ബാലമണി, നീ എന്തീ കാണിക്കുന്നത്? ഇങ്ങനെ വഴി കാണുന്നവരെയൊക്കെ സഹായിക്കാൻ നിന്നാല്? കാക്കാമലയിൽ പോയി സത്യം തെളിയിക്കണമെന്ന് നിനക്ക് തന്നെയായിരുന്നില്ലേ വലിയ നിർബന്ധം? എന്നിട്ട് എന്താ ഇങ്ങനെ? അധിക ദൂരം ഇല്ലെന്ന് അപ്പൂപ്പൻ പറഞ്ഞത് നീയും കേട്ടില്ലേ? ഒരാള് വെയ്യത്ത് കിടക്കുന്ന കണ്ടിട്ട് കാണാത്ത മട്ടി പോവാൻ എനിക്ക് മനസ്സ് വരില്ല കുട്ടി. അപ്പൂപ്പ സൂക്ഷിച്ച്. കൂടെയുള്ള ആള് ദേഷ്യത്തിലാണല്ലോ മോളെ. മോള് പോയിക്കോ. ആ കുട്ടിക്ക് എപ്പോഴും ദേഷ്യം അപ്പൂപ്പ. അപ്പൂപ്പ അതൊന്നും കാര്യാക്കണ്ട. നടക്ക്. ആയിക്കോട്ടെ. ഭവാനി, ഭവാനി, ഭവാനി. ഭവാനി, ഭവാനി. എത്തിയോ? വാസുദേവൻ വന്നോ? എവിടെ എൻ്റെ ഉണ്ണി?